നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി പനി കുറവുണ്ടോ എന്നുള്ള കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കുറവില്ല കേട്ടോ, ഒട്ടും വയ്യ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ഓലനായിരുന്നു ഒരുപാട് ഇഷ്ടമായിട്ടോ. രാത്രി കുറച്ചുകൂടി തരുമെന്ന് വെച്ചപ്പോൾ കൊടുക്കാനില്ലാത്തതുകൊണ്ട് എനിക്ക് ഒരുപാട് സങ്കടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും കൂടെ ഉണ്ടാക്കാമെന്ന്. പിന്നെ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മീൻകറിയുടെ റെസിപ്പി കേട്ടോ. എപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് തിരക്കിട്ടുണ്ടാക്കുന്നതുകൊണ്ട് റെസിപ്പി ഒന്നും കാണിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു റെസിപ്പി കാണിക്കുക എന്നുള്ളത്. ആദ്യം തന്നെ ഒരു ജാറിനകത്ത് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് തന്നെ മല്ലി, മുളക്, മഞ്ഞൾ, പിന്നെ കുറച്ച് വാളംപുളി സോക്കിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ച് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൺചട്ടി എടുക്കുന്ന കേട്ടോ നല്ലത്. പുതിയ മൺചട്ടി എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ എടുത്തത് ചീൻചട്ടിയാണ്. മൺചട്ടി പുതിയത് ഉപയോഗിക്കാൻ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു പാത്രത്തിനകത്ത് കുറച്ച് ഉലുവ വറവിട്ടിട്ട് ഉള്ളി നന്നായിട്ട് വയറ്റി നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള തക്കാളി നന്നായിട്ട് തിളപ്പിച്ചിട്ട് കുറുക്കി എടുത്തു കേട്ടോ. ആ കുറുക്കി എടുത്തതിനകത്തേക്ക് നമ്മൾ മീൻ വേവിക്കാൻ വെച്ചു. മീൻ വേവുന്ന സമയം കൊണ്ട് തന്നെ കുറച്ച് തേങ്ങ അതിനകത്തേക്ക് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ഉള്ളിയുടെ ഒരു കഷ്ണം ഇട്ടിട്ട് അടിച്ചെടുത്തു കേട്ടോ. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുത്ത് മാറ്റി വെച്ചു. അങ്ങനെ അടുക്കളേൻ്റെ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിന് മീൻ നന്നായിട്ട് വെന്ത് വന്നു. അതിനകത്തേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്തു കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും മുളകും ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് തിളപ്പിക്കാൻ വെച്ചു. അങ്ങനെ കറി നന്നായിട്ട് തിളച്ചിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിനകത്ത് തേങ്ങാപ്പാലും ചേർത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ കറി അധികം തിളപ്പിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ കറി ആകുമ്പോഴത്തേക്കിന് നമ്മുടെ കടലയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കടലേൻ്റെ അകത്ത് കുറച്ച് അരപ്പും വെളിച്ചെണ്ണയും ചേർത്തിട്ട് മാറ്റിയെടുത്ത് വെച്ചു. പിന്നെ ആരെയും കാത്തുന്നില്ല, കടലയും ഓലനും പപ്പടവും നമ്മുടെ മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ.